നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 10, 11 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 10 വെളുപ്പിന് 1:11 AM മുതൽ ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 1:42 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷപരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഇതിൽ ശ്രമിക്കുന്നത്. ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾ വാട്സാപ്പിലൂടെ എന്നെ ബന്ധപ്പെട്ടാൽ ഞാനത് ദൂരീകരിക്കാൻ ശ്രമിക്കാം. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. 10, 11 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ 5:16 AM മുതൽ രാവിലെ 6:04 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 10, 11 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 10-ാം തീയതി ഉച്ചയ്ക്ക് 12:17 PM മുതൽ ഉച്ചയ്ക്ക് 1:04 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 10-ാം തീയതി. 11-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. ഓക്കെ, അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:35 PM മുതൽ വൈകിട്ട് 5:02 PM വരെയാണ് 10-ാം തീയതി രാഹുകാലം. 11-ാം തീയതി ഉച്ചയ്ക്ക് 12:41 PM മുതൽ ഉച്ചയ്ക്ക് 2:08 PM വരെയാണ് 11-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 10-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 11-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാവുന്നതാണ്. ഭാഗ്യ നമ്പറുകൾ നോക്കാം. ഇനി 10-2-2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 2, 0, 6, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 11-2-2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 1, 6, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി നമുക്ക് ഫലങ്ങൾ നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രനും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് മാറും. നമുക്ക് ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ സന്താന ഗുണം, പിതൃഗുണം, അതുപോലെ തന്നെ തൊഴിൽ ലാഭം ഈ മകരമാസം മുഴുവൻ ഇവർക്കുണ്ടാവും. ഭാഗ്യപരീക്ഷകളിലും സാധ്യതയുണ്ട്. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും നിൽക്കുന്നു. വ്യാഴം, ശനി, ബുധൻ,
ചന്ദ്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. അതുപോലെ തന്നെ സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വ, സൂര്യൻ, വ്യാഴം, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി നോക്കാം. പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് സർപ്പം അഥവാ രാഹു അഷ്ടമത്തിൽ നിൽക്കുന്നു. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ചൊവ്വാഴ്ച മുരുകന്, ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ധനവരവുണ്ടാവുമെങ്കിലും പൊതുവെ അത്ര നല്ല മെച്ചപ്പെട്ട ദിവസങ്ങളല്ല. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ചിങ്ങം രാശി, ഇനി മകം, പൂര, ഉത്രം ആദ്യ പാദം. ഗുണദോഷ സമ്മിശ്രമാണ് ചിങ്ങം രാശിക്ക്. ഇവർക്ക് ശനി അഷ്ടമത്തിൽ തുടരുകയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ഭൗതിക സുഖങ്ങൾ, സർവ്വവിധ സൗഭാഗ്യം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, പിതൃസ്വത്ത് ലഭിക്കും, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ, സന്താന ഗുണം, പിതൃഗുണം. അതുപോലെ തന്നെ മകരമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭവും പ്രതീക്ഷിക്കാം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിലും സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ നല്ല ദിവസങ്ങളാണ്. പൊതുവെ കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ശനി, വ്യാഴം, സർപ്പം, ശിഖി ഇവ അനുകൂലമാണ്. കൂടാതെ ശുക്രനും അനുകൂലമാണ്. എങ്കിലും ചൊവ്വ പ്രതികൂലമായിട്ട് തുടരുന്നു. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്.
എങ്കിലും വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ തുടരുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് മകരമാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. പിതൃ സ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ചന്ദ്രനും ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു, ശനിയും. ഓക്കെ, ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത്, കണ്ടകശനിയാണ്, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ ചെറിയ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഇവർക്ക് തീർത്ഥയാത്രകൾക്ക് സാധ്യത കാണുന്നു. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, സർവവിധ സൗഭാഗ്യം. പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കാണുന്നത്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഇവരേർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. എങ്കിലും ചെറിയ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഇനി കുംഭം രാശി നോക്കാം. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി നോക്കാം. പൂരിട്ടാതി അവസാന പാദം, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ജന്മശനി തുടരുന്നു. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, തൊഴിൽ ലാഭം ഈ മകരമാസം മുഴുവൻ, സന്താന ഗുണം, പിതൃഗുണം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.